ഇപ്പൊ യുദ്ധത്തിൽ തോറ്റുപോയ ആൾക്കാർ മുഴുവൻ ആ ഷുഗർ എന്ന് പറയുന്ന പെണ്ണ് ടോയ്സ് ആക്കി മാറ്റി. അവിടെ ഇനി ആകെ ബാക്കിയുള്ളത് ചിഞ്ചാവോയും കിങ് റീക്കുവും മാത്രമാണ്. ഇവിടെ കൊളോസത്തിന്റെ അകത്തുള്ള നമ്മുടെ ലൂഫി ബാർത്തലോമിയോ പറഞ്ഞത് കേട്ട് സോറോയെ കാണാൻ ഓടി വന്നു. അങ്ങനെ ലൂഫി അവിടെ വെച്ച് സോറോയും കിനിമോനെയും കണ്ടു. ഇതേ സമയത്ത് പാലത്തിന്റെ മുകളിൽ നിന്ന് ഡോഫ്ലമിംഗോയുടെ കൂടെ ഫൈറ്റ് ചെയ്യുന്ന ലോയ്ക്ക് അവൻ എത്ര അറ്റാക്ക് ചെയ്തിട്ടും ഡോഫ്ലമിംഗോയ്ക്ക് ഒന്നും ആവുന്നില്ല. ഡോഫ്ലമിംഗോ ലോയുടെ എല്ലാ അറ്റാക്കും തടഞ്ഞ് അവനെ തിരിച്ച് ഒരുപാട് അറ്റാക്ക് ചെയ്യും. അങ്ങനെ ഡോഫ്ലമിംഗോയുടെ അറ്റാക്ക് കിട്ടി പരിക്ക് പറ്റി താഴെ കിടക്കുന്ന ലോയ്ക്ക് അവന്റെ പവർ ഉപയോഗിച്ച് റൂം ക്രിയേറ്റ് ചെയ്യാൻ പോയിട്ട് ഒന്ന് എഴുന്നേറ്റ് നിൽക്കാൻ പോലും പറ്റാത്തൊരവസ്ഥയിലാണ്. അപ്പൊ ഡോങ്കിഹോത്തെ ഫാമിലിയിലെ ഡിയാമന്റെ ഡോഫ്ലമിംഗോയെ വിളിച്ച് അവരെ വയലറ്റ് ചതിച്ചു എന്നുള്ള കാര്യം പറഞ്ഞു. അതുകൊണ്ട് തന്നെ അവള് കാരണം ഡോഫ്ലമിംഗോയുടെ എല്ലാ പ്ലാനും നമ്മുടെ സ്ട്രോ ഹാറ്റ്സ് അറിഞ്ഞു. സോ സ്ട്രോ ഹാറ്റ്സ് ഇപ്പൊ SID ഫാക്ടറി, അതായത് ആ സ്മൈൽ ഫാക്ടറി നശിപ്പിക്കുന്നത് തടയാൻ വേണ്ടി ഡോഫ്ലമിംഗോ അവന്റെ ഫാമിലിയിലുള്ള ലാവോജിയെയും അതുപോലെ ബാക്കിയുള്ള കുറച്ച് ആൾക്കാരോടും സ്മൈൽ ഫാക്ടറിയെ പ്രൊട്ടക്ട് ചെയ്യാൻ അവിടേക്ക് പോകാൻ പറഞ്ഞു. എന്നിട്ട് കോള് കട്ട് ചെയ്യുന്ന ഡോഫ്ലമിംഗോ അവന്റെ മുമ്പിൽ വീണ് കിടക്കുന്ന ലോയോട് എന്തുകൊണ്ടാണ് നീ സ്ട്രോ ഹാറ്റ്സിനെ ഇത്രയധികം വിശ്വസിക്കുന്നതെന്ന് ചോദിച്ചു. അതിന് ലോ പറയുന്നത് പേരിന്റെ കൂടെ D എന്ന അക്ഷരമുള്ള ആൾക്കാർക്ക് ഈ ലോകത്തെ തന്നെ പിടിച്ചു കുലുക്കാൻ കഴിയും. അതായത് അവൻ ആ ഡിയുടെ അർത്ഥം എന്താണെന്ന് അറിയാന്നുള്ള രീതിയിൽ പറഞ്ഞു. അത് കേട്ട് ഡോഫ്ലമിംഗോ ആവട്ടെ ദേഷ്യം വന്ന് പെട്ടെന്ന് ലോയെ അറ്റാക്ക് ചെയ്തു. മറ്റൊരു ഭാഗത്ത് സോ ഐലൻഡിലേക്ക് പോകാൻ തുടങ്ങുന്ന സ്ട്രോ ഹാറ്റ്സിനെ മറ്റുള്ള സ്ട്രോ ഹാറ്റ്സിനെ ഡ്രസ് ഹൗസിൽ ഒറ്റയ്ക്ക് വിട്ടിട്ട് അവർക്ക് സോ ഐലൻഡിലേക്ക് പോകാൻ തോന്നുന്നില്ല. അതുകൊണ്ട് അവിടേക്ക് പോകാൻ തുടങ്ങുന്ന സ്ട്രോ ഹാറ്റ്സ് കുറച്ച് സമയം ആലോചിച്ചിട്ട് അവർ തിരിച്ച് ഡ്രസ് ഹൗസിലേക്ക് തന്നെ വരാൻ തീരുമാനിച്ചു. ഇപ്പൊ കൊളോസത്തിലേക്ക് ലൂഫിയെ കണ്ട് സംസാരിക്കാൻ വേണ്ടി വന്ന സോറോയും കിനിമോനും മറ്റു ഭാഗത്തുള്ള സ്ട്രോ ഹാറ്റ്സിനെ, അതായത് ഫ്ലോർ ഫീൽഡിലുള്ള സ്ട്രോ ഹാറ്റ്സിനെയും തിരിച്ച് ഡ്രസ് ഹൗസിലേക്ക് തന്നെ വരാൻ നിൽക്കുന്ന സ്ട്രോ ഹാറ്റ്സിനെയും വിളിച്ച് അവിടെ നടക്കുന്ന കാര്യങ്ങളും അവരിനി എന്താ ചെയ്യാൻ പോകുന്നുള്ള കാര്യങ്ങളും സംസാരിക്കുന്നു. അപ്പൊ ഫ്രാങ്കി ലൂഫിയോട് അവൻ ആ ടോയ് സോൾജറെ കണ്ടുമുട്ടിയ കാര്യവും അതുപോലെ ടൊണ്ടാറ്റ ട്രൈബിലെ കുട്ടി മനുഷ്യന്മാരും അവർക്കിടയിലുള്ള പ്രശ്നങ്ങളും അവർ ഡോഫ്ലമിംഗോയ്ക്കെതിരെ ഫൈറ്റ് ചെയ്യാൻ പോകുന്ന കാര്യവും എല്ലാ കാര്യവും ലൂഫിക്ക് പറഞ്ഞു കൊടുത്തു. എന്നിട്ട് ഫ്രാങ്കി ഒരു കാര്യം കൂടെ പറഞ്ഞു, അവൻ ലോ പറഞ്ഞ പ്ലാൻ ചെയ്യില്ല എന്ന്. അത് കേട്ട എല്ലാ സ്ട്രോ ഹാറ്റ്സും ഞെട്ടി. ലോയുടെ പ്ലാൻ അനുസരിച്ച് അവരവിടെയുള്ള സ്മൈൽ ഫാക്ടറി നശിപ്പിക്കും. പക്ഷെ ഡോഫ്ലമിംഗോയെ ഒന്നും ചെയ്യില്ല, അവന് ജീവനോട് വെറുതെ വിടും. അതിനുശേഷം അവർ കൈഡോയെ തോൽപ്പിക്കാനുള്ള പ്ലാൻ ചെയ്യും. ഇത്രയുമാണ് ലോയുടെ പ്ലാൻ. പക്ഷെ അതിനുശേഷം അവിടെയുള്ള ബാക്കിയുള്ള മനുഷ്യന്മാർക്ക് എന്ത് സംഭവിക്കും? ആ ടൊണ്ടാറ്റ ട്രൈബിലെ ആൾക്കാരും ഡോഫ്ലമിംഗോ കാരണം ടോയ്സ് ആയിട്ട് മാറിയ ആൾക്കാരും എന്ത് ചെയ്യും? അവർക്കൊക്കെ ആരാ ഉള്ളത്? ലോ പറഞ്ഞ പ്ലാൻ ചെയ്ത് സ്ട്രോ ഹാറ്റ്സ് ഇവിടെ നിന്ന് പോയാലും ആ കുട്ടി മനുഷ്യന്മാർ വെറുതെ ഇരിക്കില്ല. അവരെന്തായാലും അവരുടെ പ്ലാൻ ചെയ്യും. അവർ ഡോഫ്ലമിംഗോയെ തോൽപ്പിക്കാൻ ശ്രമിക്കും. പക്ഷെ അവർക്ക് എന്ത് ചെയ്താലും ജയിക്കാൻ കഴിയില്ല. അവർ വീണ്ടും തോറ്റുപോകും. ഒരുപാട് പേര് മരിക്കും. ഈ രാജ്യത്തിന്റെ ഇരുണ്ട വശം അത് വീണ്ടും തുടർന്നു പോകും. അതുകൊണ്ട് ആ ഇരുണ്ട വശം മാറ്റാൻ വേണ്ടി അവരെ സഹായിക്കാൻ വേണ്ടി ഫ്രാങ്കി ഒരു വലിയ യുദ്ധത്തിന് തയ്യാറെടുത്തോണ്ടിരിക്കുകയാണ്. ആ ചെറിയ ചെറിയ മനുഷ്യന്മാർക്ക് ശക്തിയില്ലായിരിക്കാം, പക്ഷെ എന്തിനും നേരിടാനുള്ള ചങ്കൂറ്റമുണ്ട്. ഇങ്ങനെ അവരെ അവിടെ ഒറ്റയ്ക്ക് വിട്ടിട്ട് പോവാൻ ഫ്രാങ്കിക്ക് കഴിയില്ല. ഫ്രാങ്കി അവന്റെ ക്യാപ്റ്റനോട് കരഞ്ഞുകൊണ്ട് പറയും, ലൂഫി നീ അവനോട് എന്തൊക്കെ തന്നെ പറഞ്ഞാലും അവൻ ആ മനുഷ്യന്മാരെ സഹായിച്ച് അവരുടെ കൂടെ നിന്ന് ഫൈറ്റ് ചെയ്യുമെന്ന്. അത് കേട്ട ലൂഫി ആവട്ടെ അവനോട് പറയുന്നത്, ഫ്രാങ്കി നീ എന്ത് വേണമെങ്കിലും ചെയ്തോ, നിന്നെ സഹായിക്കാൻ ഞങ്ങളെ കൊണ്ട് കഴിയുന്ന രീതിയിൽ ഞങ്ങൾ അവിടെ ഉണ്ടാവും. നമ്മുടെ ക്യാപ്റ്റൻ ഒരിക്കലും ക്രൂമേറ്റ്സിനെ പിടിച്ചു നിർത്താറില്ല. അവർ പറയുന്നത് ഒരിക്കലും കേൾക്കാതിരിക്കാറില്ല. അവർക്ക് മനസ്സിൽ എന്ത് തോന്നുന്നു അത് അവർക്ക് ചെയ്യാം. അപ്പൊ അവരെ സഹായിക്കാൻ അവരുടെ കൂടെ തന്നെ അവരുടെ ക്യാപ്റ്റൻ ഉണ്ടാവും. അതാണ് നമ്മുടെ ക്യാപ്റ്റൻ ലൂഫി. ലൂഫി പണ്ട് പറഞ്ഞൊരു കാര്യം നമ്മൾ മറക്കാൻ പാടില്ല. നിനക്ക് വിശക്കുന്നുണ്ടോ? എന്നാ നീ തിന്ന്. അത്രേ ഉള്ളൂ. ഒരു സിമ്പിൾ ആയിട്ടുള്ള വാക്ക്, പക്ഷെ അതിന് പല അർത്ഥങ്ങളും ഉണ്ട്. നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ തോന്നുന്നോ അപ്പൊ നിങ്ങൾ മടിച്ചു നിൽക്കാൻ പാടില്ല, അതങ്ങ് ചെയ്യണം. അത്രേ ഉള്ളൂ. ലൂഫിയുടെ ആ ഒറ്റ മൈൻഡ് ഉണ്ടല്ലോ, അതാണ് എനിക്കിഷ്ടം. ഇപ്പൊ ലൂഫി സ്ട്രോ ഹാറ്റ്സിനോട് ഇത് പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് അവിടേക്ക് പെട്ടെന്ന് ഡോഫ്ലമിംഗോ അവൻ അടിച്ചു തോൽപ്പിച്ച ലോയെ തൂക്കിയെടുത്ത് അവിടെ നിന്ന് സംസാരിക്കുന്ന സ്ട്രോ ഹാറ്റ്സിന്റെ മുമ്പിലേക്ക് കൊണ്ടുവന്നിട്ടു. എന്നിട്ട് ഡോഫ്ലമിംഗോ സംസാരിക്കുന്നൊന്നുമില്ല. അവരുടെ മുമ്പിൽ വെച്ച് തന്നെ അവൻ തോക്കെടുത്ത് ലോയെ ഷൂട്ട് ചെയ്തു. വീണ്ടും ഷൂട്ട് ചെയ്തു. അത് കണ്ടു നിന്ന് ലൂഫി ഞെട്ടി തരിച്ചുപോയി. ലൂഫിക്ക് അവിടെ നിന്ന് ഇപ്പൊ പുറത്തിറങ്ങി വരാനും കഴിയില്ല. കാരണം ആ കൊളോസിയം മുഴുവൻ ലോക്കാണ്. അതുപോലെ അവിടെയുള്ള കമ്പികൾ മുഴുവൻ സീപ്രസൻ സ്റ്റോൺ കൊണ്ട് ഉണ്ടാക്കിയതാണ്. അതുകൊണ്ട് ലൂഫിക്ക് പുറത്തേക്ക് വരാൻ കഴിയില്ല. പക്ഷെ അവിടെ നമ്മുടെ സോറോയും കിനിമോനും പുറത്ത് നിൽക്കുന്നുണ്ട്. അവര് പെട്ടെന്ന് ഓടി വന്ന് ഡോഫ്ലമിംഗോയെ അറ്റാക്ക് ചെയ്യാൻ വരുമ്പോൾ നമ്മുടെ സോറോയെ അവിടെയുള്ള അഡ്മിറൽ ഫുജിറ്റോറ തടഞ്ഞു. എന്നിട്ട് അയാളുടെ പവർ ഉപയോഗിച്ച് അയാൾ സോറോയെ നിലത്തേക്ക് പ്രഷർ കൊടുത്ത് ഞെരുക്കി. എന്നാൽ അത് നമ്മുടെ വൈസ് ക്യാപ്റ്റൻ ആണെന്ന് നമ്മൾ ഓർക്കണം. സോറോ അവന്റെ വാൾ കൊണ്ട് ഒരൊറ്റ വെട്ടിന് അയാളെ തട്ടി മാറ്റി. അപ്പൊ ഫുജിറ്റോറയ്ക്ക് സോറോ ചില്ലറക്കാരനല്ലെന്ന് മനസ്സിലാവുന്നുണ്ട്. എന്നിട്ട് എഴുന്നേറ്റ് വരുന്ന ഫുജിറ്റോറ സോറോയുടെ കൂടെ ഫൈറ്റ് ചെയ്യുന്നില്ല. അദ്ദേഹം ആദ്യം ചെയ്യുന്നത് അയാളുടെ ആൾക്കാരോട് അവിടെയുള്ള മനുഷ്യന്മാരെ എത്രയും പെട്ടെന്ന് മാറ്റണമെന്നാണ് പറയുന്നത്. അദ്ദേഹത്തിന് മറ്റാരേക്കാളും വലുത് അവിടെ ജീവിക്കുന്ന മനുഷ്യന്മാരാണ്. അദ്ദേഹത്തിന് കണ്ണ് കാണില്ലെങ്കിലും നല്ലൊരു മനസ്സുണ്ട്. ശേഷം സോറോയും കിനിമോനും ഡോഫ്ലമിംഗോയും ഫുജിറ്റോറയും അറ്റാക്ക് ചെയ്യാൻ വരുമ്പോൾ അവിടെ നിന്ന് ഡോഫ്ലമിംഗോയും ഫുജിറ്റോറയും പെട്ടെന്ന് ലോയെ എടുത്ത് പോവാണ്. ഇതേ സമയത്ത് കപ്പലുള്ള നമ്മുടെ സ്ട്രോ ഹാറ്റ്സ് തിരിച്ച് ഡ്രസ് ഹൗസിലേക്ക് തന്നെ വരാൻ തുടങ്ങുമ്പോൾ അവരെ അറ്റാക്ക് ചെയ്യാൻ എംപറർ ബിഗ് മോമിന്റെ കപ്പൽ വന്നു. അവരെന്തിനാണ് അവിടേക്ക് വന്നതെന്ന് വെച്ചാൽ സീസറിനെ പിടിച്ചുകൊണ്ട് പോകാനാണ്. കാരണം സീസർ ഓരോ എക്സ്പെരിമെന്റ് ചെയ്യാൻ വേണ്ടി ബിഗ് മോമിന്റെ അടുത്ത് നിന്ന് ഒരുപാട് പണം വാങ്ങി. പക്ഷേ അതൊന്നും അവൻ തിരിച്ചു കൊടുത്തില്ല. അതുകൊണ്ട് അവനെ പിടിച്ച് പിഴിഞ്ഞ പണം വാങ്ങാൻ വേണ്ടിയാണ് ബിഗ് മോമിന്റെ ആൾക്കാർ അവിടേക്ക് വന്നത്. ഇപ്പൊ അവിടേക്ക് വന്ന ബിഗ് മോമിന്റെ ആൾക്കാർ നമ്മുടെ സ്ട്രോ ഹാറ്റ്സിനെ അറ്റാക്ക് ചെയ്യുന്നു. അപ്പൊ ഈ ഒരു സാഹചര്യത്തിൽ നമ്മുടെ സ്ട്രോ ഹാറ്റ്സ് തിരിച്ച് സോ ഐലൻഡിലേക്ക് തന്നെ പോകാൻ തീരുമാനിച്ചു. അത് അവർ പേടിച്ചിട്ട് പോകുന്നതല്ല, കാരണം അവരുടെ കയ്യിൽ ഇപ്പൊ സീസർ ഉണ്ട്. അതുപോലെ ഡോഫ്ലമിംഗോയുടെ ആൾക്കാർ എന്തിനോ വേണ്ടി തട്ടിക്കൊണ്ടുപോകാൻ ശ്രമിക്കുന്ന മൊമനുസ്ക ഉണ്ട്. അതുകൊണ്ട് ഇവരെ രണ്ടുപേരെയും കൂട്ടി അവർ വീണ്ടും ഡ്രസ് ഹൗസിലേക്ക് പോയാൽ അത് അവരെ ഡോഫ്ലമിംഗോയ്ക്ക് പിടിക്കാൻ ഒന്നുകൂടെ എളുപ്പമായിരിക്കും. അതായത് അവരെ അവന്റെ മുന്നിലേക്ക് ഇട്ടു കൊടുക്കുന്നത് പോലെ ആയിരിക്കും. അതുകൊണ്ടാണ് സ്ട്രോ ഹാറ്റ്സ് അങ്ങനെ സംഭവിക്കാതിരിക്കാൻ ഇപ്പൊ സോ ഐലൻഡിലേക്ക് തന്നെ പോകാൻ തീരുമാനിച്ചത്. എന്നിട്ട് അവരവിടെ നിന്ന് എത്രയും പെട്ടെന്ന് പോകുന്നതിന് മുമ്പ് നമ്മുടെ സാഞ്ചി അവന്റെ ക്യാപ്റ്റനോട് അവരുടെ പുറകെ വന്ന് അറ്റാക്ക് ചെയ്യുന്ന ബിഗ് മോമിന്റെ ആൾക്കാരെ ഒന്ന് പൊട്ടിച്ചോട്ടെന്ന് ചോദിക്കുന്നു. അതിന് നമ്മുടെ ലൂഫി പറയുന്നത്, നീ ഒന്നും പേടിക്കണ്ട, നീ ധാരാളമായിട്ട് പൊട്ടിച്ചാൽ മാത്രം പോരാ, പറ്റുമെങ്കിൽ അവരെ ചവിട്ടി കൂട്ടിക്കോ എന്ന് നമ്മുടെ ക്യാപ്റ്റന്റെ ഒരു ഓർഡർ. ഇതേ സമയത്ത് കൊളോസിന്റെ അകത്തുള്ള ബെലമിക്ക് നമ്മുടെ ലൂഫിയെ ഇതുവരെ കൊല്ലാൻ സാധിക്കാത്തതുകൊണ്ട് ഡോങ്കിഹോത്തെ ഫാമിലിയിലെ ഡെലിഞ്ചർ എന്ന് പറയുന്ന ഒരു മെമ്പർ, ഒരു ചെറിയ പയ്യൻ, അവൻ ഡോഫ്ലമിംഗോ
ഡോഫ്ലമിംഗോ പറഞ്ഞ അനുസരിച്ച് ബെലമിയെ കൊല്ലാൻ അവിടേക്ക് വന്നു. എന്നിട്ട് അവൻ ബെലമിയെ ഒരുപാട് അടിച്ചു. അവസാനം അവൻ ബെലമിയെ കൊല്ലാൻ തുടങ്ങുമ്പോൾ അവിടെ ഉണ്ടായിരുന്ന ബാർത്തലോമിയെ പെട്ടെന്ന് ബെലമിയെ രക്ഷപ്പെടുത്തി. അതുകൊണ്ട് അവനെ കൊല്ലാനായിട്ട് വന്ന ഡെലിഞ്ചർ അവനെ കൊല്ലാൻ പറ്റാതെ അവിടെ നിന്ന് സ്മൈൽ ഫാക്ടറി പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടി പോകുന്നു. ഇതേ സമയത്ത് ഫ്ലവർ ഫീൽഡിലുള്ള നമ്മുടെ സ്ട്രോ ഹാറ്റ്സ് ആദ്യം ടോയ് ഹൗസിലേക്ക് പോയി അവിടെയുള്ള ആൾക്കാരെ രക്ഷിക്കാൻ വേണ്ടി പ്ലാൻ ചെയ്യുന്നു. ഈ ടോയ് ഹൗസ് എവിടെയാണ് ഉള്ളതെന്ന് വെച്ചാൽ ഈ ഡ്രസ് ഹൗസയുടെ താഴെ ഒരു അണ്ടർഗ്രൗണ്ട് ഉണ്ട്. അവിടെയാണ് ഈ ടോയ് ഹൗസ് ഉള്ളത്. പക്ഷെ അവരവിടേക്ക് പോകുന്നത് അത്ര എളുപ്പമായിട്ടുള്ള കാര്യമല്ല. കാരണം ആ സ്ഥലം കൺട്രോൾ ചെയ്യുന്നത് ഡോൺ കിഹോത്തെ ഫാമിലിയിലെ സ്പെഷ്യൽ ഓഫീസർ ഷുഗർ എന്ന് പറയുന്ന ഒരു പെണ്ണാണ്. അവൾക്കൊരു ഡെവിൾ ഫ്രൂട്ട് പവർ ഉണ്ട്. ഹോബി നോമി, ഒരു പാരമീസിയ ടൈപ്പ് ഡെവിൾ ഫ്രൂട്ട്. അത് ഉപയോഗിച്ച് മനുഷ്യന്മാരെ ടോയ്സ് ആക്കി മാറ്റാൻ പറ്റും. അങ്ങനെ ടോയ്സ് ആയിട്ട് മാറുന്ന മനുഷ്യന്മാരെ പിന്നീട് അവൾ പറയുന്ന കാര്യം മാത്രമേ അനുസരിക്കുള്ളൂ. ഈ ഷുഗർ എന്ന് പറയുന്ന പെണ്ണ് ഒരു ചെറിയ പെൺകുട്ടി ആയതുകൊണ്ട് അവളെ എല്ലാ സമയം പ്രൊട്ടക്ട് ചെയ്യാൻ ട്രബിൾ എന്ന് പറയുന്ന ഒരുത്തനുണ്ട്. കാരണം ആ പെൺകുട്ടി അവർക്ക് അത്രയും ഇമ്പോർട്ടന്റ് ആണ്. അവൾക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ അവളെ ടോയ്സ് ആക്കി മാറ്റിയ ആൾക്കാരെ വീണ്ടും മനുഷ്യന്മാരായിട്ട് മാറും. അത് പിന്നീട് ഒരുപാട് പ്രശ്നമാവും. ഇതാണ് അവിടുത്തെ ആൾക്കാരെ രക്ഷപ്പെടുത്താൻ പോകുന്ന നമ്മുടെ സ്ട്രോ ഹാറ്റ്സ് ആദ്യം ചെയ്യേണ്ടത്. ആ പെണ്ണിനെ എങ്ങനെയെങ്കിലും അടിച്ചു വീഴ്ത്തണം. എന്നാലേ അവരുടെ പ്ലാൻ നടക്കുകയുള്ളൂ. ആ പെണ്ണാണ് ഏറ്റവും വലിയ പ്രശ്നക്കാരി. അവർ ആ പെണ്ണിനെ തോൽപ്പിച്ചു കഴിഞ്ഞാൽ പിന്നെ അവരൊന്നിനെയും പേടിക്കേണ്ട ആവശ്യമില്ല. സോ ആ പെണ്ണിനെ തോൽപ്പിച്ച് അവിടുത്തെ ആൾക്കാരെ രക്ഷിക്കാനുള്ള ഇവരുടെ പ്ലാന്റെ പേരാണ് ഓപ്പറേഷൻ SOP. ഇതിന്റെ അർത്ഥം എന്താണെന്ന് ചോദിക്കരുത്. അവളെ തോൽപ്പിക്കാനുള്ള ഓപ്പറേഷൻ അത്ര മാത്രം മതി. അങ്ങനെ ഇപ്പൊ അവിടെയുള്ള സ്ട്രോ ഹാറ്റ്സും ടൊണ്ടട്ട ട്രൈബിലെ വാരിയേഴ്സും ചേർന്ന് ടോയ് ഹൗസ് പിടിച്ചടക്കാൻ വേണ്ടി പോവാണ്. ഇപ്പൊ നമ്മുടെ ലൂഫിക്ക് എയ്സിന്റെ ഡെവിൾ ഫ്രൂട്ട് എടുക്കുന്നതിന് പകരം കഷ്ടപ്പെട്ട് കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന സ്ട്രോ ഹാറ്റ്സിനെ സഹായിക്കണം. ഇപ്പൊ അവൻ എയ്സിന്റെ ഫ്രൂട്ട് വേണമെന്നുണ്ടെങ്കിലും അവന് സ്ട്രോ ഹാറ്റ്സിനെ സഹായിച്ചേ പറ്റുള്ളൂ. അതുകൊണ്ട് ലൂഫി പുറത്തേക്ക് കിടക്കാനുള്ള വഴി അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ സമയത്ത് അവിടെയുള്ള ബെലമിയെയും ബാർത്തലോമിയും അവൻ കണ്ടു. എന്നിട്ട് അവരോട് പുറത്തേക്ക് പോകാനുള്ള വഴി അന്വേഷിക്കുന്നു. പക്ഷെ അവർക്കും പുറത്തേക്ക് എങ്ങനെ പോകണമെന്നറിയില്ല. അപ്പൊ അവിടെയുള്ള ബെലമിക്ക് അവിടെ ഡോഫ്ലമിംഗോ കാരണം ചതിക്കപ്പെട്ടതുകൊണ്ട് അവന് ജീവിക്കാനുള്ള അർത്ഥം നഷ്ടപ്പെട്ടു. അവൻ ഇനി അങ്ങോട്ട് ജീവിക്കേണ്ടെന്നായി. അവന് ഡോഫ്ലമിംഗോയെ ഒരുപാട് ഇഷ്ടമായിരുന്നു. പക്ഷെ ഇപ്പൊ അതെല്ലാം നഷ്ടപ്പെട്ടു. അവൻ എന്ത് ചെയ്യണമെന്നറിയില്ല. ഈ സമയത്ത് നമ്മുടെ ലൂഫിയുടെ അടുത്തേക്ക് ഒരു നീല തൊപ്പി വെച്ചൊരാൾ നടന്നു വന്നു. എന്നിട്ട് അവൻ ലൂഫിയോട് അവിടെയുള്ള എയ്സിന്റെ ഡെവിൾ ഫ്രൂട്ട് അവൻ ലൂഫി എടുക്കാൻ സമ്മതിക്കില്ല എന്ന് പറഞ്ഞു. അതുപോലെ അവനെ സ്ട്രോ ഹാറ്റ് ലൂഫി എന്നും വിളിച്ചു. അപ്പൊ ഇത് കേട്ട് അവിടെ ഉണ്ടായിരുന്ന ലൂഫിയുടെ ഫാൻ ബോയ് ബാർത്തലോമിയോ, നീ ആരാന്നാടാ നിന്റെ വിചാരം? ലൂഫി ചേട്ടനോട് അങ്ങനെ സംസാരിക്കാൻ നിനക്ക് എങ്ങനെ ധൈര്യം വന്നു? അതുപോലെ ആ ഫ്രൂട്ട് ലൂഫി ചേട്ടന്റെ ചേട്ടനായിട്ടുള്ള ഫയർ ഫിസ്റ്റ് എയ്സിന്റെതാണ്. കൂടാതെ എന്റെ ലൂഫി ചേട്ടൻ ഒരു ദിവസം കിങ് ഓഫ് ദ പൈററ്റ് ആവും. അത് വല്ലതും നിനക്കറിയോടാ മണ്ട എന്ന് ബാർത്തലോമിയോ പറയുമ്പോൾ അവിടേക്ക് വന്നവൻ ബാർത്തലോമിയോയെ നിസാരമായിട്ട് തള്ളിയിട്ടു. എന്നിട്ട് അവൻ ലൂഫിയുടെ അടുത്തേക്ക് വന്ന് അവന്റെ തലയിലെ തൊപ്പി മാറ്റി. എന്നിട്ടും അവൻ ആരാണെന്ന് ലൂഫിക്ക് മനസ്സിലായില്ല. ഇത് ഞാനാണ് ലൂഫി, ഇത് ഞാനാണെന്നോ? അതിനാരടാ നീ? പിന്നെ ഒരു കാര്യം ശ്രദ്ധിച്ചു കേട്ടോ, എയ്സിന്റെ ഫ്രൂട്ട് എടുക്കാൻ വരുന്നവൻ എന്റെ ശത്രുവാണ്. പിന്നെ നീ എന്നെ ലൂഫി എന്ന് വിളിച്ചില്ലേ? അതിന് ഞാൻ ലൂഫി അല്ലല്ലോ. എന്റെ ഈ താടി കണ്ടിട്ട് നിനക്ക് മനസ്സിലായില്ലേ? ഞാൻ ലൂസിയാണ്. അപ്പൊ എന്റെ ബ്രദർ വേഷം മാറി നിന്നാൽ എനിക്ക് നിന്നെ കണ്ടുപിടിക്കാൻ പറ്റില്ല എന്ന് വിചാരിച്ചോ? എന്ത് ബ്രദറോ? എന്താ നീ വിളിച്ചേ? ബ്രദർ എന്നോ? എടോ എന്നാ നിങ്ങൾ ശ്രദ്ധിച്ചു കേട്ടോ, ഈ ലോകത്ത് തന്നെ ബ്രദർ എന്ന് വിളിക്കാൻ പറ്റുന്നത് ഒന്ന് മരിച്ചുപോയ എയ്സ്, അതിൽ മറ്റൊരാൾ ഒരുപാട് വർഷങ്ങൾക്ക് മുമ്പ് മരിച്ചുപോയി എന്ന് ലൂഫി പറയുമ്പോഴാണ് അവിടേക്ക് വന്ന അയാളുടെ മുഖം ലൂഫി ശരിക്കും കാണുന്നത്. അയാളുടെ മുഖം കാണുന്ന ലൂഫിയുടെ കണ്ണ് നിറയാൻ തുടങ്ങി. പെട്ടെന്ന് ലൂഫി സാബോ എന്ന് വിളിച്ച് പുറകിലേക്ക് അടിച്ചു വീണു. എന്നിട്ട് ലൂഫിക്ക് ആ വന്നവൻ സാബോയാണെന്ന് വിശ്വസിക്കാൻ കഴിയുന്നില്ല. അപ്പൊ സാബോ അവനോട്, നമ്മൾ പണ്ട് ഡഡന്റെ അടുത്തുനിന്ന് ഒരു കുപ്പി സാക്കെ മോഷ്ടിച്ചില്ലേ? എന്നിട്ട് അത് വെച്ച് നമ്മൾ സത്യം ചെയ്തില്ലേ? ലൂഫി ഇതുകൂടെ കേട്ടതോടെ അവിടെ നിൽക്കുന്നത് പണ്ട് ഒരുപാട് വർഷങ്ങൾക്ക് മുമ്പ് അവൻ മരിച്ചുപോയെന്ന് വിചാരിച്ച അവന്റെ ബ്രദർ സാബോയാണെന്ന് മനസ്സിലായി. ലൂഫി എന്നിട്ട് പെട്ടെന്ന് സാബോയെ കയറി കെട്ടിപ്പിടിച്ച് ഒരു കുട്ടിയെ പോലെ പൊട്ടിക്കരയാൻ തുടങ്ങി. സാബോയ്ക്ക് എന്നും അത് അവന്റെ കുഞ്ഞനിയനാണ്. സാബോയെ കെട്ടിപ്പിടിച്ച് കരയുന്ന ലൂഫി, ഇത്രയും കാലം നീ എവിടെയായിരുന്നു? ഞാൻ വിചാരിച്ചു നീ മരിച്ചുപോയെന്ന്. അപ്പൊ സാബോ, നന്ദിയുണ്ട് ലൂഫി, നിന്നെ ജീവനോടെ കണ്ടതില് എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട്. പക്ഷെ സാബോ, എന്റെ കൺമുന്നിൽ വെച്ചാണ് എയ്സ് മരിച്ചുപോയത്. എനിക്കത് നോക്കി നിൽക്കാനല്ലാതെ ഒന്നും ചെയ്യാൻ പറ്റിയില്ല. അതെനിക്ക് അറിയാൻ ലൂഫി. എന്നിരുന്നാലും എയ്സ് മരിച്ചുപോയെങ്കിലും എനിക്ക് നീ രക്ഷപ്പെട്ടതിൽ ഒരുപാട് സന്തോഷമുണ്ട്. ഒരു പക്ഷെ നിങ്ങളെ രണ്ടുപേരെയും എനിക്ക് നഷ്ടപ്പെട്ടിരുന്നെങ്കിൽ പിന്നെ ഞാൻ എന്ത് ചെയ്തേനെ? അതുകൊണ്ട് നീ ജീവനോടെ ഇരുന്നതിന് ഒരുപാട് നന്ദിയുണ്ട് ലൂഫി. ഇനി ഞാൻ എയ്സിന്റെ ഫ്ലെയർ ഫ്രൂട്ട് കഴിച്ചോട്ടെ എന്ന് സാബോ ലൂഫിയോട് ചോദിക്കുമ്പോൾ ലൂഫി പൊട്ടിക്കരഞ്ഞുകൊണ്ട് അവനോട് അത് ലൂഫി എടുക്കാൻ പറഞ്ഞു. അതുകൊണ്ട് ഇനി അങ്ങോട്ട് ലൂഫിക്ക് പകരം ആ ഫ്രൂട്ടിന് വേണ്ടി ഫൈറ്റ് ചെയ്യാൻ പോകുന്നത് സാബോയാണ്. ശേഷം ലൂഫി അവന്റെ ഡ്രസ്സ് മുഴുവൻ സാബോയ്ക്ക് അഴിച്ചു കൊടുത്തിട്ട് കൊളോസത്തിന്റെ അകത്ത് നിന്ന് ലൂഫി പുറത്തേക്ക് വന്നു. അവന്റെ കൂടെ കിനിമോനും സോറോയും ഉണ്ട്. അവരെ 3 പേരെയും പിടിക്കാൻ അവിടെ മറൈൻ ഓഫീസേഴ്സ് ഉണ്ടായതുകൊണ്ട് അവരാരും അവരെ കണ്ടുപിടിക്കാതിരിക്കാൻ ഒരു പുതിയ ഡ്രസ്സ് ഇട്ടിട്ടാണ് അവർ 3 പേരും പുറത്തേക്ക് ഓടി വരുന്നത്. അപ്പൊ ഓടി വരുമ്പോഴും ലൂഫി നിർത്താതെ കരയുന്നത് കൊണ്ട് ഇതിനും മാത്രം കരയാൻ അവൻ ആരെ കണ്ടെന്ന് സോറോ ചോദിച്ചു. അപ്പൊ ലൂഫി അവന്റെ മരിച്ചുപോയ ബ്രദറിനെ കണ്ടു എന്ന് സോറോയ്ക്ക് പറഞ്ഞു കൊടുത്തു. അത് കേട്ട സോറോയ്ക്ക് ആവട്ടെ ലൂഫിക്ക് മറ്റൊരു ബ്രദർ ഉണ്ടെന്നുള്ള കാര്യം ഇപ്പോഴാണ് അറിയുന്നത്. ഇപ്പൊ അവിടേക്ക് വന്ന സാബോ ഒറ്റയ്ക്കല്ല, അവന്റെ കൂടെ ഒരു പെണ്ണുണ്ട്. അവളുടെ പേരാണ് കോവാല. ഈ കോവാലയെ നമ്മൾ ഇതിനു മുമ്പും കണ്ടിട്ടുണ്ട്. അതെവിടെയാണെന്ന് വെച്ചാൽ പണ്ട് ഫിഷർ ടൈഗർ മരിക്കുന്നതിന് മുമ്പ് ഒരു പെൺകുട്ടിയെ രക്ഷപ്പെടുത്തി അവളുടെ ഐലൻഡിലേക്ക് കൂട്ടിക്കൊണ്ടുപോയില്ലേ? അന്നത്തെ ആ പെൺകുട്ടിയാണ് ഈ കോവാല. ഈ കോവാല റവല്യൂഷണറി ആർമിയിലെ ഒരു മെമ്പറാണ്. അതായത് നമ്മുടെ സാബോയും റവല്യൂഷണറി ആർമിയിലെ ഒരു മെമ്പറാണ്. അതും സാധാരണ ഒരു മെമ്പർ അല്ല, പകരം റവല്യൂഷണറി ആർമിയുടെ 2nd ഡിവിഷൻ കമാൻഡർ. ഇവിടേക്ക് റവല്യൂഷണറി ആർമിയിലെ സാബോ, കോവാല, അവരുടെ കൂടെ നമ്മൾ നേരത്തെ ഫൈറ്റിൽ വെച്ച് കണ്ട ഫിഷർമാൻ ഹാക്ക് എന്ന് പറയുന്ന ഒരാളും, ഇവര് 3 പേരുമാണ് അവിടേക്ക് വന്നത്. അവരെന്തിനാണ് അവിടേക്ക് വന്നതെന്ന് വെച്ചാൽ റവല്യൂഷണറി ആർമിയിലെ ആൾക്കാർക്ക് ഈ ഡ്രസ് ഹൗസിൽ ഡോഫ്ലമിംഗോ നടത്തുന്ന ഇല്ലീഗൽ ആയിട്ടുള്ള വെപ്പൺ ഡീലിങ്ങിനെ പറ്റി മനസ്സിലായി. അതുകൊണ്ട് ആ വെപ്പൺ ഡീലിംഗ് നടക്കുന്ന സ്ഥലം കണ്ടുപിടിച്ച് ആ വെപ്പൺസ് മുഴുവൻ എടുത്ത് അവിടെ നശിപ്പിക്കാൻ വേണ്ടിയാണ് അവർ വന്നത്. പക്ഷെ നമ്മുടെ സാബോ ഇപ്പൊ എയ്സിന്റെ ഫ്രൂട്ട് എടുക്കാൻ വേണ്ടി അവസാനത്തെ ഫൈറ്റിലേക്കാണ് പോകാൻ നിൽക്കുന്നത്. സാബോ എന്ത് ചെയ്തിട്ടാണെങ്കിലും എയ്സിന്റെ ഫ്രൂട്ട് എടുത്തിരിക്കും. അങ്ങനെ എയ്സ് ഇനി അങ്ങോട്ട് അവരിലൂടെ ജീവിക്കും. അപ്പൊ സാബോയെ സഹായിക്കാൻ അവന്റെ കൂടെ ബാർത്തലോമിയും
പോകുന്നുണ്ട്. മറ്റൊരു ഭാഗത്ത് വേഷം മാറിയ ലൂഫിയും സോറോയും കിനിമോനും ലോയെ രക്ഷിക്കാൻ വേണ്ടി നേരെ ഡോഫ്ലമിംഗോയുടെ പാലസിലേക്കാണ് പോകുന്നത്. ഈ ഡോഫ്ലമിംഗോയുടെ പാലസിന്റെ തൊട്ട് താഴെയാണ് സ്മൈൽ ഫാക്ടറിയിലേക്കും ടോയ് ഹൗസിലേക്കും പോകാനുള്ള എൻട്രൻസ് ഉള്ളത്. സാബോയും അവന്റെ കൂടെയുള്ള റവല്യൂഷണറി ആർമിയിലെ ആൾക്കാരും അവിടേക്ക് അന്വേഷിച്ചു വന്ന ഡോഫ്ലമിംഗോയുടെ വെപ്പൺ ഡീലിംഗ് പോർട്ടാണ് ഈ ടോയ് ഹൗസ്. അതായത് അവിടെ വെച്ച് അവർ മനുഷ്യന്മാരെ ടോയ്സ് ആക്കി മാറ്റും. എന്നിട്ട് ആ ടോയ്സിനെ ഉപയോഗിച്ചിട്ടാണ് അവർക്ക് ആവശ്യമായിട്ടുള്ള വെപ്പൺ ഡീലിംഗിന്റെ ജോലി ചെയ്യിപ്പിക്കുന്നത്. ഈ ടോയ് ഹൗസിന്റെ തൊട്ടടുത്താണ് സ്മൈൽ ഫാക്ടറി. അവിടേക്ക് ആർക്കെങ്കിലും വരണമെങ്കിൽ ടണൽസ് ഉപയോഗിച്ച് വരാൻ പറ്റും. അല്ലാതെ വരണമെങ്കിൽ മെയിൻ എൻട്രൻസ് വഴിയോ അല്ലെങ്കിൽ ലിഫ്റ്റ് വഴിയോ വേണം അവിടേക്ക് വരാൻ. സോ ടോയ് ഹൗസും സ്മൈൽ ഫാക്ടറിയും ഈ അണ്ടർഗ്രൗണ്ടിലാണുള്ളത്. പക്ഷേ രണ്ടും രണ്ടാണ്. അതുപോലെ തന്നെ രണ്ടിനും ബന്ധമുണ്ട്. ഈ രണ്ട് സ്ഥലത്തേക്കും വരണമെങ്കിൽ അവർക്ക് ഒരു വഴി ഉപയോഗിച്ചാൽ മതി. കൂടാതെ അവിടേക്ക് വരാൻ ഒരുപാട് ടണൽസും ഉണ്ട്. ഇപ്പൊ നമ്മുടെ ഊസപ്പും റോബിനും അവരുടെ കൂടെ റീക്കു ആർമിയും, അതായത് ടൊണ്ടാറ്റ ട്രൈബിലെ ആൾക്കാർ, അവരെ നമുക്കിനി റീക്കു ആർമി എന്ന് വിളിക്കാം. സോ ഊസപ്പും റോബിനും റീക്കു ആർമിയും നേരെ ആ ടോയ് ഹൗസിലേക്ക്, അതായത് ആ വെപ്പൺ ഡീലിംഗ് പോർട്ടിലേക്ക് പോകുന്നു. അവർക്ക് അവിടേക്ക് പോകാൻ ഒരു ചെറിയ ടണൽ ഉണ്ട്. സ്മൈൽ ഫാക്ടറി നശിപ്പിക്കാൻ പോകുന്ന ഫ്രാങ്കിക്ക് വേണമെങ്കിൽ ആ ടണൽ വഴി അവിടേക്ക് പോകാൻ പറ്റും. പക്ഷേ ആ ടണലിന്റെ വലുപ്പം ചെറുതായതുകൊണ്ട് നമ്മുടെ ഫ്രാങ്കി നേരിട്ടാണ് സ്മൈൽ ഫാക്ടറിയിലേക്ക് പോകുന്നത്. അങ്ങനെ ഫ്രാങ്കി സ്മൈൽ ഫാക്ടറിയുടെ എൻട്രൻസിന്റെ അവിടേക്ക് എത്തി. ആ എൻട്രൻസ് പ്രൊട്ടക്ട് ചെയ്യാൻ ഡോങ്കിയോത്തെ ഫാമിലിയിലെ സെന്യൂർ പിഗ് എന്ന് പറയുന്ന ഒരുത്തനും മാച്ച് വൈസ് എന്ന് പറയുന്ന മറ്റൊരുത്തനും അവരുടെ കൂടെ കുറച്ച് ഗാർഡ്സും ഉണ്ട്. ആ കൂട്ടത്തിലെ സെന്യൂർ പിഗ് കുട്ടികളുടെ പോലെ ഡ്രസ് ഇട്ട് വളരെ വിചിത്രമായിട്ടുള്ള രീതിയിലാണ് നിൽക്കുന്നത്. അതായത് കാണാനൊരു മണ്ടനെ പോലെയാണുള്ളത്. പക്ഷെ കാണാനൊരു മണ്ടനെ പോലെ ആണെങ്കിലും അവനൊരു ഡെവിൾ ഫ്രൂട്ട് യൂസർ ആണ്. സുയി നോമി, അതായത് സ്വിം ഫ്രൂട്ട്, ഒരു പാരമീസിയ ടൈപ്പ് ഡെവിൾ ഫ്രൂട്ട്. ആ ഡെവിൾ ഫ്രൂട്ട് യൂസ് ചെയ്യുന്ന ആൾക്ക് വെള്ളത്തിലല്ലാതെ ബാക്കി എവിടെ വേണമെങ്കിലും നീന്താൻ കഴിയും. അതായത് നിലത്ത് എവിടെ വേണമെങ്കിലും, മണ്ണിലാവട്ടെ കല്ലിലാവട്ടെ, അങ്ങനെ എവിടെ വേണമെങ്കിലും നീന്താൻ കഴിയും. ഇപ്പൊ അവിടേക്ക് എത്തിയ നമ്മുടെ ഫ്രാങ്കി ആദ്യം മാച്ച് വൈസിനെ അറ്റാക്ക് ചെയ്ത് താഴെ ഇട്ടു. അതിനുശേഷം അവൻ സെന്യൂർ പിഗിന്റെ കൂടെ ഫൈറ്റ് ചെയ്യുന്നു. ആ സമയത്ത് അവിടെയുള്ള ഫ്രാങ്കിയെ പിടിക്കാൻ അവിടേക്ക് ഒരുപാട് മറൈൻസും വരുന്നുണ്ട്. പക്ഷെ ഫ്രാങ്കിയുടെ കൂടെ ഫൈറ്റ് ചെയ്യുന്ന സെന്യൂർ പിഗ് അവിടേക്ക് വന്ന മറൈൻസിനെ ആ ഫൈറ്റിലേക്ക് ഇടപെടാൻ സമ്മതിക്കുന്നില്ല. കാരണം പുള്ളിക്കാരൻ ഒരു പ്രത്യേക സ്വഭാവക്കാരനാണ്. അതായത് ഇപ്പൊ രണ്ടുപേര് ഫൈറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ ആ ഫൈറ്റിലെ രണ്ടുപേരും മാത്രം മതി, അതിനിടയിൽ വേറെ ആരും വേണ്ട. അതുപോലെ തന്റെ കൂടെ ഫൈറ്റ് ചെയ്യുന്ന ഫ്രാങ്കി അയാൾ ബഹുമാനിക്കുന്നുണ്ട്. മുമ്പിലൂടെ അല്ലാതെ ബാക്കിലൂടെ വന്ന അയാൾ ഫൈറ്റ് ചെയ്യില്ല. പുള്ളിക്കാരൻ ഒരു പ്രത്യേകതരം അന്തസ്സുള്ള മനുഷ്യനാണ്. ഒരു തരത്തിൽ നോക്കിയ വില്ലൻ ആണ്, പക്ഷെ മറ്റൊരു തരത്തിൽ നോക്കുമ്പോൾ അദ്ദേഹം നല്ലൊരു മനുഷ്യനാണ്. ഇവിടെ സ്റ്റേജിൽ ഫൈറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന റബേക്ക, അതായത് ഡി ബ്ലോക്കിൽ നടന്നുകൊണ്ടിരിക്കുന്ന ഫൈറ്റിൽ എല്ലാവരെയും തോൽപ്പിച്ച് അവസാനം ജയിക്കുന്നത് റബേക്കയാണ്. റബേക്കയേക്കാൾ ഒരുപാട് പവർഫുൾ ആയിട്ടുള്ള ആൾക്കാർ ആ ഡി ബ്ലോക്കിൽ ഫൈറ്റ് ചെയ്തു. അങ്ങനെ ഇരിക്കുമ്പോൾ അവൾ അതിൽ ജയിക്കാൻ കാരണം ഒരേ ഒരാൾ കാവൻഡിഷ് ആണ്. അതായത് കാവൻഡിഷ് കാരണമാണ് അവൾ ആ ഫൈറ്റിൽ ജയിച്ചത്. അതെങ്ങനെയാണെന്ന് വെച്ചാൽ കാവൻഡിഷിന്റെ അകത്ത് രണ്ട് പേഴ്സണാലിറ്റി ഉണ്ട്. അതായത് അവന് രണ്ട് സ്വഭാവം ഉണ്ട്. ഒന്നാമത്തെ പേഴ്സണാലിറ്റി എല്ലാവരോടും സംസാരിക്കുന്ന നോർമൽ ആയിട്ടുള്ള കാവൻഡിഷ്. അതുപോലെ രണ്ടാമത്തെ പേഴ്സണാലിറ്റി അവൻ ഉറങ്ങുമ്പോഴാണ് പുറത്തേക്ക് വരുന്നത്. ആ പേഴ്സണാലിറ്റിയെ വിളിക്കുന്ന പേരാണ് ഹാക്കുബ. അവന്റെ അകത്തുള്ള ഹാക്കുബ കാവൻഡിഷിനേക്കാൾ പവർഫുൾ ആണ്. അതുകൊണ്ട് തന്നെ പല സമയത്തും അവൻ ഈ ഹാക്കുബയെ ഉപയോഗിക്കാറുണ്ട്. സോ ഡി ബ്ലോക്കിൽ നടന്ന ഫൈറ്റില് കാവൻഡിഷ് അവന്റെ ഹാക്കുബയെ പുറത്തേക്ക് കൊണ്ടുവന്നു. അങ്ങനെ പുറത്തേക്ക് വന്ന ഹാക്കുബ അവിടെ ഉണ്ടായിരുന്ന എല്ലാവരെയും വെട്ടി തോൽപ്പിച്ചു. ശേഷം അവർ റബേക്ക വെട്ടാൻ വന്നപ്പോൾ റബേക്ക പെട്ടെന്ന് മാറി നിന്നു. അതേ സമയത്ത് തന്നെ അവൻ ഉറങ്ങി താഴെ വീഴുകയും ചെയ്തു. ശേഷം എല്ലാവരും നോക്കിയപ്പോൾ കണ്ടത് റബേക്ക മാത്രം എഴുന്നേറ്റ് നിൽക്കുന്നതാണ്. അതുകൊണ്ട് ആ ഫൈറ്റിൽ റബേക്ക പോലും അറിയാതെ അവൾ ജയിച്ചു. ഇതാണ് അവിടെ സത്യത്തിൽ സംഭവിച്ചത്. എന്നാൽ ആ സമയത്ത് ആരും ഹാക്കുബയെ കണ്ടില്ല. അവർക്ക് ആർക്കും അത് ഹാക്കുബയാണെന്ന് മനസ്സിലായില്ല. പക്ഷെ അവിടെ ഫൈറ്റ് കണ്ടുകൊണ്ടിരുന്ന സാബോയ്ക്ക് മാത്രം അവിടെ ശരിക്കും നടന്നത് എന്താണെന്ന് മനസ്സിലായി. അതായത് സാബോ മാത്രം ഹാക്കുബയെ കണ്ടു. അവനത് ഓൾറെഡി എന്താണെന്ന് അറിയാം. സോ റെവല്യൂഷണറി ആർമിയിലെ ആൾക്കാർക്ക് ഈ ഡ്രസ് റോസയിൽ നടക്കുന്ന കാര്യത്തെ പറ്റിയും അവിടെ വന്നിരിക്കുന്ന ആൾക്കാരെ കുറിച്ചും നന്നായിട്ട് അറിയാം. അവരാരൊക്കെയാണെന്ന് അറിയാം. അതായത് ഈ റെവല്യൂഷണറി ആർമി ചില്ലറക്കാരല്ല, അവർക്ക് ഇവിടെ നടക്കുന്ന എല്ലാ കാര്യവും അറിയാം. അതുപോലെ റബേക്കയെ കാണുന്ന സാബോയ്ക്ക് അവൾ ആരാണെന്നും അവൾ അനുഭവിക്കുന്ന വേദനകളും അവളുടെ പാസ്റ്റിൽ സംഭവിച്ച കാര്യങ്ങളെല്ലാം അറിയാം. അപ്പൊ സാബോയെ കാണുന്ന റബേക്കയ്ക്ക് ആവട്ടെ അവൻ ശരിക്കുള്ള ലൂസി അല്ലാന്ന് മനസ്സിലായി. ഇതേ സമയത്ത് ഡോഫ്ലമിംഗോ ലോയെ കൂടാതെ ആ കൊട്ടാരത്തിലേക്ക് കിങ് റീക്കോനെയും പിടിച്ചുകൊണ്ട് വന്നിട്ടുണ്ട്. ഇത്രയൊക്കെ ചെയ്ത് ഡോഫ്ലമിംഗോയുടെ വിചാരം അവിടേക്ക് വന്ന സ്ട്രോ ഹാറ്റ്സ് എല്ലാം അവന്റെ കയ്യിലാണ്. അവർക്ക് ഇവിടെ നിന്ന് പുറത്തേക്ക് പോകാൻ കഴിയില്ല, അവരെല്ലാവരും അവന്റെ ആൾക്കാരുടെ കൈകൊണ്ട് മരിക്കും എന്നൊക്കെയാണ് ഡോഫ്ലമിംഗോയുടെ വിചാരം. പക്ഷെ ലൂഫിക്ക് പകരം സാബോ സ്റ്റേജിലേക്ക് വന്ന കാര്യമോ ബാക്കിയുള്ള സ്ട്രോ ഹാറ്റ്സ് അണ്ടർഗ്രൗണ്ടിലേക്ക് എത്തിയ കാര്യമൊന്നും ഡോഫ്ലമിംഗോയ്ക്ക് അറിയില്ല. ഇപ്പൊ ഈ സമയത്ത് കൊട്ടാരത്തിലുള്ള ഡോഫ്ലമിംഗോയുടെ അടുത്തേക്ക് അഡ്മിറൽ ഫുജിറ്റോറോ വരുന്നുണ്ട്. അദ്ദേഹത്തിന് ഡോഫ്ലമിംഗോ അവിടെ ചെയ്തു കൂട്ടുന്ന കാര്യങ്ങളും ആ രാജ്യം അനുഭവിക്കുന്ന കഷ്ടപ്പാടുകളെല്ലാം അറിയാം. എന്നിട്ട് ഒരു വാർലോഡാണെന്ന് വിചാരിച്ചിട്ടാണ് അദ്ദേഹം ഡോഫ്ലമിംഗോയുടെ കൂടെ നിൽക്കുന്നത്. പക്ഷെ ഇപ്പൊ അവിടേക്ക് വരുന്ന ഫുജിറ്റോറോ ഡോഫ്ലമിംഗോയോട് ഈ രാജ്യത്ത് നടക്കുന്ന എല്ലാ കാര്യങ്ങളും എനിക്കറിയാം, എന്നിരുന്നാലും ഇവിടുത്തെ ജനങ്ങളെ മുഴുവൻ ആദ്യം എനിക്ക് രക്ഷപ്പെടുത്തണം. അതിനുശേഷം ഈ വർഷം മറൈജോലി വെച്ച് നടക്കാൻ പോകുന്ന റൈവറിയിൽ വെച്ച് 7 വാർലോഡ്സ് ചെയ്തു കൂട്ടിയ എല്ലാ കാര്യങ്ങളും ഞാൻ അവതരിപ്പിക്കും. അവർ ചെയ്തു കൂട്ടിയ എല്ലാ നെറികേടുകളും ഞാൻ അവിടെ നിരത്തും. ഞാനിവിടെ പുതിയതായിരിക്കാം, പക്ഷെ ഒരു അഡ്മിറൽ പറയുന്ന കാര്യം അവർ കേൾക്കും. അതുകൊണ്ട് ഒരു ഉപയോഗവുമില്ലാത്ത 7 വാർലോഡ്സിനെ ഞാൻ നീക്കം ചെയ്യാൻ അവരോട് ആവശ്യപ്പെടും. അതുകൊണ്ട് ഇവിടെ നിന്ന് ഞാൻ പോയാൽ ഉടൻ തന്നെ ചെയ്യാൻ പോകുന്ന കാര്യം ഈ 7 വാർലോഡ്സിന് ഗവൺമെന്റ് കൊടുക്കുന്ന സപ്പോർട്ട് ഇല്ലാതാക്കുന്നതായിരിക്കും. അങ്ങനെ 7 വാർലോഡ്സ് എന്ന് പറയുന്ന ആ രീതി തന്നെ ഇല്ലാതാവും. സോ അഡ്മിറൽ ഫുജിറ്റോറയ്ക്ക് ഈ 7 വാർലോഡ്സിന്റെ രീതി ഇഷ്ടമല്ല. അതുകൊണ്ട് വേൾഡ് ഗവൺമെന്റ് അവർക്ക് കൊടുക്കുന്ന സപ്പോർട്ട് ഇല്ലാതാക്കാനാണ് അഡ്മിറൽ ഫുജിറ്റോറയുടെ പ്ലാൻ. ഈ കാര്യങ്ങളൊക്കെ അദ്ദേഹം ഡോഫ്ലമിംഗോട് പറഞ്ഞതിന് ശേഷം അവിടെ നിന്ന് ഇറങ്ങിപ്പോയി. ഇവിടെ കൊളോസത്തിൽ എയ്സിന്റെ ഫ്രൂട്ടിന് വേണ്ടി എല്ലാ റൗണ്ടിലും ജയിച്ച ആൾക്കാർ തമ്മിൽ ഫൈറ്റ് ആരംഭിച്ചു. ജീസസ് ബർജസ്, ലൂഫിക്ക് പകരം വന്ന സാബോ, ബാർത്തലോമിയോ, കാവൻഡിഷ് കാരണം ജയിച്ച റബേക്ക, അതുപോലെ ഈ റൗണ്ടിൽ ഇവരുടെ കൂടെ ഫൈറ്റ് ചെയ്യാൻ ആ കൊളോസത്തിലെ ഹീറോ ഡോങ്കിയോത്തെ ഫാമിലിയിലെ ഡിയാമാൻഡെ, ഇവർ 5 പേരുമാണ് ഈ അവസാനത്തെ സ്റ്റേജിൽ ഫൈറ്റ് ചെയ്യുന്നത്. അതുപോലെ അവർ ഫൈറ്റ് ചെയ്യുന്ന സ്റ്റേജിന് ചുറ്റുമുള്ള വെള്ളത്തിൽ മുമ്പുണ്ടായിരുന്നതിനേക്കാൾ വലിയ വലിയ ഫൈറ്റിംഗ് ഫിഷുകളുണ്ട്. അതിലുള്ള ഒരു ഫൈറ്റിംഗ് ഫിഷിന്റെ പുറത്താണ്
അവർ ഏസിന്റെ ആ ഫ്രൂട്ട് ഒരു പെട്ടിയിലാക്കി കെട്ടിവെച്ചിരിക്കുന്നത്. സോ അവിടെ ഫൈറ്റ് ചെയ്യുന്ന ആൾക്കാര് എല്ലാവരെയും തോൽപ്പിച്ച് അവസാനം ആ ഫിഷിന്റെ പുറത്ത് കെട്ടിവെച്ചിരിക്കുന്ന ആ ഫ്രൂട്ട് എടുക്കണം. അതുകൊണ്ട് നമ്മുടെ സാബ് ബാക്കിയുള്ളവരുടെ കൂടെ ആദ്യം ഫൈറ്റ് ചെയ്യാതെ പെട്ടെന്ന് ആ ഫൈറ്റിംഗ് ഫിഷിന്റെ പുറത്തുള്ള ഫ്രൂട്ട് എടുക്കാൻ വേണ്ടി പോവുകയാണ്. ഇപ്പൊ ഊസപ്പും റോബിനും റീക്കു ആർമിയും ആ ചെറിയ ടണൽ വഴി ടോയ് ഹൗസിലേക്ക് എത്തി. ഡോങ്കിയോത്തെ ഫാമിലിയിൽ തന്നെ ഒരുപാട് ആർമിയുണ്ട്. അതിലൊന്നാണ് ട്രബിൾ ആർമി. സ്പെഷ്യൽ പവേഴ്സ് ഉള്ള ഒരു കൂട്ടം മെമ്പേഴ്സ് ഉള്ളതാണ് ഈ ട്രബിൾ ആർമി. ട്രബിൾ എന്ന് പറയുന്നവൻ ആൾക്കാരെ ടോയ്സ് ആക്കി മാറ്റുന്ന ഷുഗർ എന്ന് പറയുന്ന ചെറിയ പെൺകുട്ടി, അതുപോലെ വയലറ്റ്, നമ്മൾ നേരത്തെ കണ്ട ജിയോല, ഇവര് 4 പേരാണ് ട്രബിൾ ആർമിയിലുള്ള ആൾക്കാർ. അടുത്തത് ഒരു കൂട്ടം ഫൈറ്റേഴ്സ് ഉള്ള ഡിയാമാന്റെ ആർമി. ഇപ്പൊ കൊളോസത്തിൽ ഫൈറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഡിയാമാന്റെ ലാവോജി എന്ന് പറയുന്ന മൊട്ടത്തലയുള്ള ഒരു കിഴവൻ, നമ്മൾ നേരത്തെ കണ്ട മാച്ച് വൈസ്, സെന്യോർ പിഗ്, പിന്നെ ബെലമിയെ കൊല്ലാൻ ശ്രമിച്ച ഡെലിഞ്ചിയർ, ഇവർ 5 പേരാണ് ഡിയാമാന്റെ ആർമിയിലുള്ള മെമ്പേഴ്സ്. അടുത്തത് ഒരു കൂട്ടം കമാൻഡേഴ്സ് ഉള്ള പീക്ക ആർമി. പീക്ക, ഗ്ലാഡിയസ്, ബഫല്ലോ, ബേബി 5, ഇവർ 4 പേരാണ് പീക്ക ആർമിയിലെ മെമ്പേഴ്സ്. പിന്നെ വെർഗോ, മോണറ്റ്, ഇവര് പുറത്തുനിന്ന് സഹായിക്കുന്ന ഡോങ്കിയോത്തെ ഫാമിലിയിലെ മറ്റ് 2 മെമ്പേഴ്സ്. ഇപ്പൊ ടോയ് ഹൗസിലേക്ക് എത്തിയ ഊസോപ്പിന്റെയും റോബിന്റെയും റീക്കു ആർമിയുടെയും ടാർഗറ്റ് എന്ന് പറയുന്നത് ട്രബിൾ ആർമിയിലെ ഷുഗർ ആണ്. പക്ഷെ അവളെ പിടിക്കാൻ അത്ര പെട്ടെന്ന് അവർക്ക് കഴിയില്ല. കാരണം അവളുടെ കൂടെ നിന്ന് അവളെ എപ്പോഴും പ്രൊട്ടക്ട് ചെയ്യാൻ ട്രബിൾ ആർമിയിലെ ട്രബിൾ എന്ന് പറയുന്ന ഒരുത്തനുണ്ടാവും. അപ്പൊ അവർക്ക് ഷുഗറിന്റെ അടുത്തേക്ക് അത്ര പെട്ടെന്ന് എത്താൻ കഴിയില്ല. അതുകൊണ്ട് അവർ ഷുഗറിനെ നേരിട്ട് തോൽപ്പിക്കാനല്ല പോകുന്നത്. പകരം അവർക്ക് ഷുഗറിനെ തോൽപ്പിക്കാൻ ഒരു പ്ലാൻ ഉണ്ട്. അതെന്താണെന്ന് വെച്ചാൽ അവൾക്ക് ഗ്രേപ്സ് ഒരുപാട് ഇഷ്ടമാണ്. അതുകൊണ്ട് അവൾ എപ്പോഴും ഗ്രേപ്സ് തിന്നുകൊണ്ടേയിരിക്കും. അവൾക്ക് ആ ഗ്രേപ്സ് ഇല്ലാതെ പറ്റില്ല. സോ അവൾ തിന്നുകൊണ്ടിരിക്കുന്ന ഗ്രേപ്സിൽ അവരുടെ അടുത്തുള്ള ഒരു ഗ്രേപ്പ് കൊണ്ടുവന്ന് വെക്കും. അവരാ കൊണ്ടുവന്ന് വെക്കുന്ന ഗ്രേപ്പില് അവർ ഒരുപാട് എരിവുള്ള സോസ് തേച്ചിട്ടുണ്ട്. അതുകൊണ്ട് ആ എരിവുള്ള ഗ്രേപ്പ് തിന്നുന്ന ഷുഗറിന് അതിന്റെ ആ എരു താങ്ങാൻ കഴിയാതെ ബോധം കെട്ട് താഴെ വീണോളും. അങ്ങനെ ഷുഗർ ബോധം കെട്ട് വീഴുന്നതുകൊണ്ട് അവളെ ടോയ്സ് ആക്കി മാറ്റി എല്ലാവരും പഴയതുപോലെ ആവും. ഇതാണ് ഷുഗറിനെ തോൽപ്പിക്കാനുള്ള റീക്കു ആർമിയുടെ പ്ലാൻ. സോ ഇപ്പൊ അവരുടെ ആ എരിവുള്ള ഗ്രേപ്പ് ഷുഗറിന്റെ ആ പാത്രത്തിലേക്ക് കൊണ്ടുപോയി വെക്കാൻ വേണ്ടി റീക്കു ആർമിയിലെ ലിയോ ആണ് പോകുന്നത്. പക്ഷെ ലിയോ ആ ഗ്രേപ്പ് അവിടേക്ക് കൊണ്ടുപോയി വെക്കുന്നതിന് മുമ്പ് തന്നെ റോബിൻ ലിയോയെ പിടിച്ചു വെച്ചു. കാരണം ലിയോ അവിടേക്ക് എങ്ങനെയൊക്കെ പോയാലും ട്രബിൾ അവനെ കണ്ടുപിടിക്കും. അതുകൊണ്ടാണ് റോബിൻ അവനെ പിടിച്ചു വെച്ചത്. അതുകൊണ്ട് ഇനി ഷുഗറിനെ തോൽപ്പിക്കാൻ അവർ ട്രബിളിനെ അവിടുന്ന് മാറ്റണം. എന്നാലേ ആ ഗ്രേപ്പ് അവിടെ കൊണ്ടുപോയി വെക്കാൻ പറ്റുള്ളൂ. ഇപ്പൊ അവരുടെ കൂടെ ഉണ്ടായിരുന്ന ടോയ് സോൾജർ എവിടെയാണെന്ന് വെച്ചാൽ ആ ടോയ് സോൾജറും റീക്കു ആർമിയിലെ കുറച്ച് ആൾക്കാരും ഡോഫ്ലംഗോയെ തോൽപ്പിക്കാൻ ലിഫ്റ്റിലൂടെ കൊട്ടാരത്തിലേക്ക് പോകുന്നു. പക്ഷേ ഡോങ്കിയോത്തെ ഫാമിലിയിലെ ലാവോജി എന്ന് പറയുന്ന ഒരുത്തൻ അവിടേക്ക് വരുന്ന ടോയ് സോൾജറിനെ തടഞ്ഞു. അങ്ങനെ അവിടെ വെച്ച് അവർ രണ്ടുപേരും ഫൈറ്റ് ചെയ്യുന്നു. ഇതേ സമയത്ത് ലോയെ രക്ഷിക്കാൻ വേണ്ടി കൊട്ടാരത്തിലേക്ക് വന്നുകൊണ്ടിരിക്കുന്ന ലൂഫിയും സോറയും കിനിമോനെയും വയലറ്റ് കണ്ടു. അവളുടെ ശരിക്കുള്ള പേര് വയലറ്റ് എന്നല്ല, വിയോല എന്നാണ്. സോ ലൂഫിയും സോറയും കിനിമോനെയും കാണുന്ന വിയോല അവളോട് ഡോഫ്ലംഗോയുടെ ആളല്ലെന്ന് അവർക്ക് പറഞ്ഞു കൊടുത്തു. ശേഷം വിയോല ഒരു സീക്രട്ട് ആയിട്ടുള്ള വഴിയിലൂടെ അവരെ 3 പേരെയും മുകളിലേക്ക് കൊണ്ടുവന്നു. എന്നിട്ട് അവരവിടുത്തെ ഗാർഡ്സ് കാണാതെ മറ്റൊരു വഴിയിലൂടെ പോകാൻ തുടങ്ങുമ്പോൾ പെട്ടെന്ന് നമ്മുടെ ലൂഫി ചാടി വന്ന് ആ ഗാർഡ്സിനെ അടിച്ച് മെയിൻ ഗേറ്റ് തകർത്ത് അകത്തേക്ക് വന്നു. അവരുടെ കൂടെ അകത്തേക്ക് വന്ന കിനിമോന് കാഞ്ചിറോയെ രക്ഷിക്കാൻ വേണ്ടി ടോയ് ഹൗസിലേക്കാണ് പോകേണ്ടത്. അതുപോലെ റീക്കു ആർമിയെ സഹായിക്കാൻ അവരുടെ കൂടെയുള്ള ടൊണ്ടാട്ട ട്രൈബിലെ ആ ചെറിയ പെൺകുട്ടിക്ക് അവിടേക്ക് പോകണം. അവർക്ക് 2 പേർക്കും ആ കൊട്ടാരത്തിലെ ലിഫ്റ്റിലൂടെ അവിടേക്ക് പോകാൻ പറ്റും. സോ കിനിമോൻ അവിടേക്ക് പോകാൻ വേണ്ടി ആ ചെറിയ പെൺകുട്ടി എടുത്ത് അവിടെ കാണുന്ന സ്റ്റെപ്പ് വഴി പെട്ടെന്ന് താഴത്തേക്ക് പോകുന്നു. പക്ഷെ കിനിമോൻ പോകേണ്ടത് അതിലൂടെയല്ല. അയാൾക്ക് ആ ലിഫ്റ്റിൽ കയറണമെങ്കിൽ നേരെ മുകളിലേക്കാണ് പോകേണ്ടത്. ആ പെൺകുട്ടി മുകളിലേക്കാണ് പോകേണ്ടതെന്ന് പറയുന്നത് പോലും ശ്രദ്ധിക്കാതെ കിനിമോൻ പെട്ടെന്ന് അവളെ എടുത്ത് താഴത്തേക്ക് പോയി. ലോയെ രക്ഷിക്കാൻ വേണ്ടി മുകളിലേക്ക് ഓടി വരുന്ന ലൂഫിയും സോറയും വിയോലയും തടയാൻ പീക്ക ആർമിയിലെ പീക്ക എന്ന് പറയുന്ന ഒരുത്തൻ അവിടെയുണ്ട്. അവനൊരു ഡെവിൾ ഫ്രൂട്ട് യൂസറാണ്. ഇഷി നോമി, അതായത് സ്റ്റോൺ ഫ്രൂട്ട്, ഒരു പാരമീസിയ ടൈപ്പ് ഡെവിൾ ഫ്രൂട്ട്. ഈ ഡെവിൾ ഫ്രൂട്ട് യൂസേഴ്സിന് കല്ലിനെ മാനിപ്പുലേറ്റ് ചെയ്യാൻ പറ്റും. അതായത് ആ കൊട്ടാരം മുഴുവൻ കല്ലാണല്ലോ. സോ അവൻ ആ കല്ലിലേക്ക് കയറാൻ പറ്റും. എന്നിട്ട് ആ കല്ലിനെ ഏതൊരു രൂപത്തിലേക്ക് വേണമെങ്കിലും മാറ്റാൻ പറ്റും. അതുപോലെ അവൻ തന്നെ ഒരു വലിയ രൂപത്തിലേക്ക് വന്ന് അവരെ അറ്റാക്ക് ചെയ്യാൻ പറ്റും. അവനെ തിരിച്ച് ആര് അറ്റാക്ക് ചെയ്ത് നശിപ്പിച്ചാലും അവൻ വീണ്ടും അവിടെയുള്ള കല്ലായിട്ട് മാറും. അതുകൊണ്ട് ആർക്കും പീക്കെ പെട്ടെന്ന് തോൽപ്പിക്കാൻ കഴിയില്ല. ഇപ്പൊ അവിടേക്ക് വരുന്ന ലൂഫിയും സോറയും വിയോലയും പീക്ക തടഞ്ഞു. ആ സമയത്ത് നമ്മുടെ വൈസ് ക്യാപ്റ്റൻ മുന്നിലേക്ക് വന്ന്, ലൂഫി നീ അവളെയും കൊണ്ട് മുകളിലേക്ക് പോ, ഡോഫ്ലംഗോയുടെ ചന്തി അടിച്ച് പൊട്ടിക്ക്, ഇവന്റെ കാര്യം ഞാൻ നോക്കിക്കോളാം, ഈ കല്ല് മനുഷ്യനെ ഞാൻ 2 ആക്കി വെട്ടി മുറിച്ചോളാം.